നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അമേരിക്കയുടെ നികുതി സമ്മർദ്ദത്തിനിടയിൽ സഹകരണം ദൃഢമാക്കി ഇന്ത്യയും റഷ്യയും ചൈനയും. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ മോദിയും പുടിനും ഷി ജിൻപിങ്ങും പ്രത്യേക ചർച്ച നടത്തി. റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുമെന്ന് നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിന് ഷാങ്ഹായ് ഉച്ചകോടിയിൽ അംഗീകാരം. വോട്ട് മോഷണം ജനാധിപത്യ മോഷണമെന്ന് രാഹുൽ ഗാന്ധി. ഗാന്ധിജിയെ ഇല്ലാതാക്കിയ ശക്തികൾ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് വിമർശനം. വോട്ടർ അധികാർ യാത്രയ്ക്ക് പാറ്റ്നയിൽ സമാപനം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പരാതികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ചയെന്ന് സുപ്രീം കോടതി. E20 പെട്രോൾ നയത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജികൾ തള്ളി സുപ്രീം കോടതി. ഹർജിക്ക് പിന്നിൽ വലിയ ലോബികളെന്ന് കേന്ദ്രം. പുതിയ നയം കർഷകർക്ക് ഗുണം ചെയ്യുമെന്നും കേന്ദ്രം. ഭൂകമ്പത്തിൽ തകർന്ന അഫ്ഗാനിസ്ഥാന് സഹായവുമായി ഇന്ത്യ. 15 ടൺ ഭക്ഷണ സാധനങ്ങൾ ഉടൻ ദുരിതമേഖലയിലെത്തിക്കും. 1000 ടെന്റുകൾ കൈമാറി. ഭൂകമ്പത്തിൽ മരണം 800 കടന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ തമ്മിലുള്ള പേയ്മെന്റ് സംവിധാനങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന കരാറിന് അംഗീകാരം. നടപടി GCC രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട്. കുവൈറ്റിൽ ഗതാഗത നിയമ ലംഘകർക്ക് ഇനി ശിക്ഷ. നിർബന്ധിത സാമൂഹിക സേവനം. തടവോ പിഴശിക്ഷയോ ലഭിക്കുന്നവർക്ക് കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവവും സാഹചര്യങ്ങളും അനുസരിച്ച് ജോലികൾ നൽകും. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ മോദി, ഷി ജിൻപിങ്, പുടിൻ അസാധാരണ കൂടിക്കാഴ്ച. ഫോട്ടോ സെക്ഷന് മുന്നോടിയായിട്ടാണ് 3 നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയത്. അധിക തിരിവ് ഏർപ്പെടുത്തി സമ്മർദ്ദമുയർത്തുന്ന അമേരിക്കയ്ക്കെതിരായ സന്ദേശമായി 3 നേതാക്കളുടെയും കൂടിക്കാഴ്ച മാറി. റഷ്യയുമായുള്ള സഹകരണമാണ് ഇന്ത്യയോടുള്ള അമേരിക്കയുടെ ഇപ്പോഴത്തെ സമീപനത്തിന് കാരണം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചതാണ് അധിക തീരുവ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ. എന്നാൽ ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന് രാജ്യം തീരുമാനിച്ചതിന്റെ പ്രതിഫലനമാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ കണ്ടത്. ഫോട്ടോ സെഷനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്നെത്തിയത് റഷ്യൻ പ്രസിഡന്റിന്റെ കയ്യും പിടിച്ച്. ഷി ജിൻപിങ്ങിനെ കണ്ടപ്പോൾ ചെറിയ ചർച്ച. 3 നേതാക്കളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം ആ സംഭാഷണ നിമിഷങ്ങളിൽ കാണാൻ കഴിയും. പരിഭാഷപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരും 3 നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിന് അപ്പുറമുള്ള ചില നിലപാടുകളും ആ ചെറിയ നേരം ഉയർന്നു വന്നിരിക്കാം. പുടിനെ കണ്ടതിലുള്ള സന്തോഷം പ്രധാനമന്ത്രി തന്നെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഭീകരവാദം ഏറ്റവും വലിയ ഭീഷണിയെന്നും ഇന്ത്യ ഭീകരവാദത്തിന്റെ ഇരയെന്നും പഹൽഗാം ആക്രമണത്തെ പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം നേരിടാൻ സമഗ്ര ചട്ടക്കൂട് വേണമെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് സംയുക്ത പ്രഖ്യാപനവും നടത്തി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പഹൽഗാം ഭീകരാക്രമണം പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തെ രൂക്ഷമായി വിമർശിച്ചു. ഭീകരവാദം മാനവരാശിക്ക് ഭീഷണിയെന്നും ഭീകര സംഘടനകളെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദത്തിന്റെ ഇരകളാണ് ഇന്ത്യയെന്നും ഭീകരവാദത്തിനെതിരെ ഇരട്ടത്താപ്പ് അംഗീകരിക്കില്ലെന്ന് SCO ഉറച്ച നിലപാടെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. पूरी मानवता के लिए एक साझा चुनौती है. कोई देश, कोई समाज, कोई नागरिक अपने आप को इससे सुरक्षित नहीं समझ सकता. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ ഭീകരവാദത്തോട് ഇരട്ടത്താപ്പ് പാടില്ലെന്ന് പാകിസ്ഥാനെ പരോക്ഷമായി വിമർശിച്ച മോദി, മാനുഷികതയിൽ വിശ്വസിച്ച നിരപരാധികൾക്കെതിരെയുള്ള ആക്രമണമായിരുന്നു പഹൽഗാം ഭീകരാക്രമണമെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ വ്യക്തമാക്കി. ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നുവെന്നും ധനസഹായം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും മോദി ആവശ്യമുന്നയിച്ചു.
भारत पिछले 4 दशकों से निर्मम आतंकवाद का दंश झेल रहा है। कितनी ही माताओं ने अपने बच्चे खोए और कितने बच्चे अनाथ हो गए। हाल ही में हमने पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा। इस दुख की घड़ी में जो मित्र देश हमारे साथ खड़े रहे, मैं उनका आभार व्यक्त करता हूं। ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുത്ത വിവിധ രാജ്യങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചു. ഭീകരത നേരിടാൻ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ഭീകരവാദ സ്പോൺസർമാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും സംയുക്ത പ്രഖ്യാപനത്തിൽ പറയുന്നു. സംയുക്ത പ്രസ്താവനയിൽ പാകിസ്ഥാനും ഒപ്പുവെക്കും. എന്നാൽ പ്രസ്താവനയിൽ പാകിസ്ഥാന്റെ പേര് പരാമർശിക്കില്ല. ന്യൂസ് ഡെസ്ക് അമൃത TV. ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുവെന്നും മൂന്നാം കക്ഷി ബന്ധത്തെ സ്വാധീനിക്കാനാകില്ല എന്നും നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള വഴികൾ തേടണമെന്നും മോഡി പറഞ്ഞു. പുടിൻ്റെ വരവിനായി ഇന്ത്യ കാത്തിരിക്കുകയാണെന്നും മോഡി കൂട്ടിച്ചേർത്തു. അതേസമയം മോഡി അടുത്ത സുഹൃത്തെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവർത്തിച്ചു. ഇന്ത്യ റഷ്യ ബന്ധം ഏറെ ആഴത്തിലുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ അവഗണിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോയും ചിത്രങ്ങളും ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വൈറലായി. ഷഹബാസിന് മുന്നിലൂടെയാണ് മോദിയും പുടിനും ഒരുമിച്ച് വേദിയിലേക്ക് എത്തിയത്. ഇരുവരും നടന്നു നീങ്ങുന്നത് ഷഹബാസ് ഷെരീഫ് നോക്കി നിൽക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. മോദി ഷീ പുടിൻ സംഭാഷണത്തിലും പാക് പ്രധാനമന്ത്രിയെ അവഗണിച്ചു. അത്താഴ വിരുന്നിനിടയിലും മോദി ഷെരീഫിനെ പരിഗണിച്ചില്ല. ഇരുവരും പരസ്പരം പുറംതിരിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. റഷ്യയുമായുള്ള എണ്ണ ഇടപാടിലൂടെ ഇന്ത്യയിലെ ബ്രാഹ്മണർ ലാഭം കൊയ്യുന്നുവെന്ന് വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ഇന്ധനമാകുന്നതാണ് ഇന്ത്യയുടെ പ്രവൃത്തികളെന്ന ആരോപണം നവാരോ ആവർത്തിക്കുകയും ചെയ്തു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നവാരോ ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനം ഉയർത്തിയത്. ഇന്ത്യ റഷ്യയുടെ ഒരു അലക്കുശാല മാത്രമാണ്. മോദി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ നേതാവാണ്. എന്നിട്ടും പുടിനുമായും ഷീ ജിൻപിങ്ങുമായും മോദി കൂട്ടുകൂടുന്നു. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും നവോര പ്രതികരിച്ചു. So look, Modi's a great leader. I don't understand why he's getting to bed with Putin and Xi Jinping when he's the biggest democracy in the world. So I would just simply say to the Indian people, please understand what's going on here. You got Brahmins profiteering at the expense of the Indian people. We need that to stop. വോട്ട് മോഷണം, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നീ ആരോപണങ്ങൾ ഉയർത്തി രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയ്ക്ക് പട്നയിൽ ആവേശകരമായ സമാപനം. ഗാന്ധി മൈതാനിയിൽ നിന്നും അംബേദ്കർ പ്രതിമ വരെ നടന്ന മഹാറാലിയിൽ പതിനായിരങ്ങൾ അണിനിരന്നു. മഹാത്മാഗാന്ധിയെ ഇല്ലാതാക്കി അതേ ശക്തികൾ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് മോഷണം ജനങ്ങളുടെ അവകാശങ്ങൾ മേലുള്ള കടന്നുകയറ്റമാണെന്നും അതിന് അനുവദിക്കില്ല എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. 2 ആഴ്ച നീണ്ടുനിന്ന വോട്ടർ അധികാർ യാത്രയുടെ സമാപന റാലിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പതിനായിരങ്ങളാണ് അണിനിരന്നത്. പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു റാലി. ഗാന്ധി മൈതാനിയിൽ നിന്ന് അംബേദ്കർ പ്രതിമ വരെയായിരുന്നു റാലി സംഘടിപ്പിച്ചത്. തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച പ്രതിപക്ഷ നേതാവിനൊപ്പം AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, തേജസ്വി യാദവ്, MA ബേബി തുടങ്ങിയ പ്രധാന നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. സമാപന സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും അതിരൂക്ഷമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി വിമർശിച്ചു. വോട്ടർ പട്ടികയും ദൃശ്യങ്ങളും ഇതുവരെ കൈമാറാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. വോട്ടുമോഷണം എന്നതിലൂടെ അവകാശങ്ങൾ തന്നെയാണ് മോഷ്ടിക്കപ്പെടുന്നത്. റേഷൻ കാർഡിൽ നിന്നുൾപ്പെടെ പേര് നീക്കി ജനങ്ങളുടെ ഭൂമി അദാനിക്കും അംബാനിക്കും കേന്ദ്ര സർക്കാർ നൽകുന്നതായും രാഹുൽ ഗാന്ധി വിമർശിച്ചു. यहाँ की जमीन, आपका राशन कार्ड, सब कुछ उठा ले जाएंगे, अदानी अंबानी को दे देंगे। भाई और बहनों, जिन शक्तियों ने महात्मा गांधी की हत्या की, वही शक्ति इस संविधान की, अंबेडकर जी के संविधान की, गांधी जी के संविधान की हत्या करने की कोशिश कर रहे हैं।
മഹാത്മാഗാന്ധിയെ കൊന്ന അതേ ശക്തികൾ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതിന് അനുവദിക്കില്ലെന്നും അത്തരം ശക്തികൾക്കെതിരെ പോരാടാനുള്ള കരുത്ത് യാത്ര സമ്മാനിച്ചതായും രാഹുൽ പറഞ്ഞു. वोट चोरी का मतलब अधिकार की चोरी, वोट चोरी का मतलब आरक्षण की चोरी, वोट चोरी का मतलब रोजगार की चोरी, वोट चोरी का मतलब शिक्षा की चोरी, वोट चोरी का मतलब लोकतंत्र की चोरी, वोट चोरी का मतलब युवाओं के भविष्य की चोरी. വോട്ട് മോഷണത്തിലൂടെ ബീഹാറിൽ വീണ്ടും അധികാരത്തിലെത്താനാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത്. അതിനെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പറഞ്ഞു. ഓഗസ്റ്റ് 17 തുടങ്ങിയ യാത്ര 1300 കിലോമീറ്റർ പിന്നിട്ടാണ് പട്നയിൽ സമാപിച്ചത്. 25 ജില്ലകളിലെ 111 മണ്ഡലങ്ങളിലൂടെ രാഹുൽ സഞ്ചരിച്ചു. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് വോട്ടറധികാർ യാത്ര കരുത്താകുമെന്നാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും പ്രതീക്ഷ. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സെപ്റ്റംബർ 1 ശേഷവും പരാതികൾ സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ തിരുത്തലുകൾക്ക് അവസരമുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. പരാതികൾ നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ സഹായിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പരാതികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ചയെന്ന് കോടതി വിമർശിച്ചു. എതിർപ്പുകളും അവകാശങ്ങളും സമർപ്പിക്കാൻ വോട്ടർമാരെ സഹായിക്കുന്നതിന് പാരാലീഗ് വോളണ്ടിയർമാരെ നിയോഗിക്കാൻ കോടതി തീരുമാനിച്ചു. 20% എഥനോൾ കലർത്തിയ പെട്രോൾ വിൽപ്പന നിർബന്ധമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതു താൽപ്പര്യ ഹർജി സുപ്രീം കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ 2-അംഗ ബെഞ്ചിൻ്റേതാണ് നടപടി. ഹർജിക്ക് പിന്നിൽ വലിയ ലോബിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവ് കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനും വേണ്ടിയാണ് പെട്രോളിൽ എഥനോളിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. ഇതിന്റെ ഭാഗമായി 20% എഥനോൾ കലർത്തിയ പെട്രോൾ വിൽപ്പന നിർബന്ധമാക്കുന്ന എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിന് കേന്ദ്ര സർക്കാർ രൂപം നൽകി. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് അഭിഭാഷകനായ അക്ഷയ് മൽഹോത്ര സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളിയത്. ഹർജി നൽകിയയാൾ ഒരു വ്യക്തി മാത്രമാണെങ്കിലും ഇതിനു പിന്നിൽ വലിയ ലോബിയുണ്ടെന്ന് കേന്ദ്ര സർക്കാരിനു വേണ്ടി അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി പറഞ്ഞു. ഇന്ത്യ ഏത് തരം ഇന്ധനം ഉപയോഗിക്കണമെന്ന് രാജ്യത്തിന് പുറത്തുള്ളവരാണോ നിർദ്ദേശിക്കേണ്ടതെന്നും AG വിമർശിച്ചു. ഇന്ത്യയിലെ കരിമ്പ് കർഷകർക്ക് പ്രയോജനകരമാണെന്നും ഹർജിയെ എതിർത്തുകൊണ്ട് R വെങ്കിട്ടരമണി പറഞ്ഞു. അതേസമയം ഹർജിക്കാരനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ഷദൻ ഫറാസത്ത് ഹർജിക്കാരൻ എഥനോൾ കലർത്തുന്നതിന് എതിരല്ലെന്നും എന്നാൽ E20യുമായി പൊരുത്തപ്പെടാത്ത 2023 മുൻപ് നിർമ്മിച്ച വാഹനങ്ങൾക്ക് എഥനോൾ രഹിത പെട്രോൾ ഒരു ഓപ്ഷനായി നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും വ്യക്തമാക്കി. എല്ലാ വശങ്ങളും ആലോചിച്ചാണ് തീരുമാനം കൈക്കൊണ്ടത് എന്ന അറ്റോർണി ജനറലിന്റെ വാദം അംഗീകരിച്ച 2-അംഗ ബെഞ്ച് ഹർജി തള്ളുകയായിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ചൂഷണ പരാതികളിൽ ക്രൈംബ്രാഞ്ച് മൊഴിയെടുപ്പ് തുടങ്ങി. അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി. ത്തിനെതിരെ നേരിട്ടും ഇമെയിൽ വഴിയും 13ഓളം പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പരാതി നൽകിയത്. കൊച്ചി സെൻട്രൽ പോലീസിലും ബാലാവകാശ കമ്മീഷനിലും അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അഡ്വക്കേറ്റ് ഷിൻഡോയുടെ മൊഴിയെടുത്തത്. സ്ത്രീയുടെ സമ്മതമില്ലാതെ നിർബന്ധിച്ചുള്ള ഗർഭഛിദ്രം ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യമാണ്. കേസെടുത്ത് അന്വേഷണം നടത്തണം. അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യന്റെ പരാതിയിൽ രാഹുൽ MLA എന്ന സ്വാധീനം ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു. തനിക്ക് ലഭിച്ചിട്ടുള്ള മുഴുവൻ തെളിവുകളും ക്രൈംബ്രാഞ്ചിന് നൽകിയതായി അദ്ദേഹം പറഞ്ഞു. യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു. അതിജീവിതയെ ക്രൈംബ്രാഞ്ച് സംഘം സമീപിച്ചതായാണ് വിവരം. ഇവരിൽ നിന്നുൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി കേസുമായി മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വഖഫ് നിയമത്തിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ട് സമസ്ത വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. വഖഫ് നിയമത്തിന്റെ പേരിൽ ഭൂമി പിടിച്ചെടുക്കുന്നുവെന്നും കെട്ടിടങ്ങൾ തകർക്കുന്നുവെന്നും സമസ്ത ഹർജിയിൽ പറയുന്നു. ഇത്തരം നടപടികൾ സുപ്രീം കോടതി നൽകിയ ഉറപ്പുകളുടെ ലംഘനമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ
വിധി പറയാനിരിക്കെയാണ് പുതിയ ഹർജിയുമായി സമസ്ത വീണ്ടും സുപ്രീം കോടതിയിലെത്തിയത്. നിയമത്തിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ടാണ് അഭിഭാഷകനായ സുൽഫിക്കർ അലി വഴി സമസ്ത കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. പുതിയ നിയമം ഉപയോഗിച്ച് വഖഫ് ഭൂമികൾ ഏറ്റെടുക്കുകയോ സ്വഭാവം മാറ്റുകയോ ചെയ്തിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു എങ്കിലും ചില സംസ്ഥാനങ്ങളിലെങ്കിലും കാര്യങ്ങൾ മറിച്ചാണെന്ന് ഹർജിയിൽ പറയുന്നു. നിയമത്തിന്റെ പിൻബലത്തോടെ ഭൂമി ഏറ്റെടുക്കുകയും ഭൂമിയിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ തകർക്കുകയും ചെയ്യുന്നുവെന്ന് സമസ്ത ആരോപിക്കുന്നു. കേന്ദ്ര സർക്കാർ ഉറപ്പ് ലംഘിച്ച് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നടപടിയുണ്ടാകുന്നുവെന്ന് സമസ്ത പറയുന്നുണ്ട്. ഇത് സുപ്രീം കോടതി നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും അതുകൊണ്ട് നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സമസ്ത ആവശ്യപ്പെടുന്നു. നിലവിൽ വഖഫ് ഭേദഗതി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ വാദം പൂർത്തിയാക്കി വിധി പറയാനായി മാറ്റിയിട്ടുണ്ട്. 2025 ഏപ്രിൽ ആദ്യമാണ് നിലവിലെ വഖഫ് നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തത്. വലിയ പ്രതിഷേധമുണ്ടായെങ്കിലും തീരുമാനവുമായി സർക്കാർ മുന്നോട്ടുപോയി. തുടർന്നാണ് 75 ഹർജികൾ സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ച് വിധി പറയാനായി മാറ്റിയിട്ടുള്ളത്. വഖഫ് സ്വത്തുക്കൾ സർക്കാർ സ്വത്താക്കി മാറ്റാനാണ് നിയമം കൊണ്ടുവന്നത് എന്നാണ് അന്ന് സമസ്ത വാദിച്ചത്. വഖഫ് നിയമ ഭേദഗതി വഖഫ് ബോർഡുകളെ ദുർബലപ്പെടുത്തുമെന്നും വഖഫ് സ്വത്തുക്കൾ സർക്കാർ സ്വത്തുക്കളുമായി മാറുമെന്നും ഹർജിയിൽ പറയുന്നു. പുതിയ സാഹചര്യത്തിൽ വഖഫ് നിയമത്തിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കുവൈറ്റിൽ റമദാൻ മാസത്തിലെ അവസാന വാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. അടുത്ത 5 അധ്യയന വർഷത്തേക്കുള്ള സമഗ്ര വിദ്യാഭ്യാസ കലണ്ടറിന് അംഗീകാരം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എഞ്ചിനീയർ സയ്യിദ് ജലാൽ അൽ തബ്തബായിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ദീർഘകാല സ്ഥിരത സ്ഥാപിക്കുന്നതിനും പഠനം, പരീക്ഷ, അവധിക്കാല ഷെഡ്യൂളുകൾ എന്നിവ നിയന്ത്രിക്കുന്നതിൻ്റെയും ഭാഗമായാണ് നടപടി. രാജ്യത്തെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഗുണനിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി പൊതുവിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം, പ്രത്യേക വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ വിഭാഗങ്ങൾക്കും തീരുമാനം ബാധകമായിരിക്കും. എല്ലാ വിദ്യാഭ്യാസ മേഖലകളെയും ഉൾക്കൊള്ളുന്ന ആദ്യത്തെ സമഗ്ര വിദ്യാഭ്യാസ കലണ്ടറാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ തമ്മിലുള്ള പേയ്മെൻറ്റ് സംവിധാനങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള കരാറിന് അംഗീകാരം. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് കുവൈറ്റിൻ്റെ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇതുപ്രകാരം കുവൈറ്റ് ഉൾപ്പെടെയുള്ള അതാത് ഗൾഫ് രാജ്യങ്ങളിലെ പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിച്ച് ഇതര ഗൾഫ് രാജ്യങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ സാധിക്കും. ആഗോള സാമ്പത്തിക സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ GCC രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടപടി. ഇതിനു പുറമെ GCC രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിൽ സഹകരണം വികസിപ്പിക്കുന്നതിനും കരാർ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുവൈറ്റിൽ ഗതാഗത നിയമ ലംഘകർക്ക് തടവോ പിഴശിക്ഷയോ ചുമത്തുന്നതിന് പകരം നിർബന്ധിത സാമൂഹ്യ സേവനം ഉൾപ്പെടുത്തുവാനുള്ള നിയമം പ്രാബല്യത്തിൽ വന്നു. പുതിയ നിയമം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. നിയമലംഘകരെ വിവിധ സർക്കാർ ഏജൻസികളിലും ജീവകാരുണ്യ സംഘടനകളിലും സൗജന്യമായി വിവിധ ജോലികളിലും ചുമതലകളിലും നിയോഗിക്കുന്നതാണ് ബദൽ ശിക്ഷകൾ. കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവവും കുറ്റവാളിയുടെ സാഹചര്യവും അനുസരിച്ച് ജനറൽ ട്രാഫിക് വകുപ്പുമായി ഏകോപിപ്പിച്ചുകൊണ്ടായിരിക്കും ഇവരെ വിവിധ ജോലികളിൽ നിയോഗിക്കുക. ആരോഗ്യ മന്ത്രാലയത്തിലെ ജോലികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ശുചീകരണ ജോലികൾ, പള്ളികൾ വൃത്തിയാക്കൽ മുതലായ ജോലികളിലാണ് നിയമ ലംഘകരെ നിർബന്ധിത സൗജന്യ സേവനത്തിനായി നിയോഗിക്കുക. സൗദിയിൽ 9ാമത് റിയാദ് ഫ്യൂച്ചർ നിക്ഷേപ സമ്മേളനം ഒക്ടോബർ 27 മുതൽ 30 വരെ നടക്കും. റിയാദ് കിങ് അബ്ദുൾ അസീസ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് സെൻറ്ററിൽ സമൃദ്ധിയുടെ താക്കോൽ എന്ന പേരിൽ നടക്കുന്ന സമ്മേളനം മനുഷ്യരാശിയുടെ സമൃദ്ധവും സുസ്ഥിരവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് നിക്ഷേപം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ചയിൽ വരും. 250 പാനൽ ചർച്ചകളിലൂടെ 7500-ലധികം പങ്കാളികളെയും 600 പ്രമുഖ പ്രഭാഷകരും സമ്മേളനത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉംറ വിസ അനുവദിക്കുന്നതിന് പുതിയ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന് കീഴിലെ നുസുക് പ്ലാറ്റ്ഫോം അറിയിച്ചു. ഉംറ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന വിസ അപേക്ഷകൾ പരിശോധിച്ച് അനുമതി നൽകാൻ 48 മണിക്കൂർ സമയം കാത്തിരിക്കേണ്ടി വരുമെന്ന് ഉംറ സർവീസ് കമ്പനികൾക്ക് അയച്ച സർക്കുലറിൽ നുസുക് അറിയിച്ചു. 2025 റബീഉൽ അവൽ 8 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും. വിസ ലഭിക്കുന്നതിന് മുമ്പായി ഉംറ തീർത്ഥാടകർ പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഉംറ തീർത്ഥാടകരെ ഗ്രൂപ്പുകളായി അയക്കുമ്പോഴും വിമാന ടിക്കറ്റുകൾ വാങ്ങുമ്പോഴും ഇക്കാര്യം എല്ലാവരും കണക്കിലെടുക്കണമെന്ന് നുസുക് ഉംറ പ്ലാറ്റ്ഫോം ആവശ്യപ്പെട്ടു. അബുദാബിയിലെ പരിഷ്കരിച്ച ടോൾ സംവിധാനം നിലവിൽ വന്നു. ടോൾ നിരക്ക് ഈടാക്കുന്ന സമയം ഉൾപ്പെടെ വ്യത്യാസമുണ്ട്. ഇനി മുതൽ വൈകിട്ട് 3 മണി മുതൽ രാത്രി 7 മണി വരെ ടോൾ ഈടാക്കും. നേരത്തെ ഇത് വൈകിട്ട് 5 മണി വരെ ആയിരുന്നു.
ദിവസത്തിൽ എത്ര തവണ ടോൾ ഗേറ്റ് കടന്നാലും പരമാവധി 16 ദിർഹവും പ്രതിമാസം ഈടാക്കിയിരുന്ന പരമാവധി നിരക്ക് സംവിധാനങ്ങളും നിർത്തലാക്കി. ഷെയ്ഖ് സായിദ് പാലം, ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് പാലം, അൽ മക്ത പാലം, മുസഫ പാലം എന്നിവിടങ്ങളിലായി 8 ടോൾ ഗേറ്റുകളാണ് ദുബായിൽ ഉള്ളത്. അതേസമയം ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ, വരുമാനം കുറഞ്ഞ കുടുംബങ്ങൾ, മുതിർന്ന പൗരന്മാർ, വിരമിച്ച ജീവനക്കാർ എന്നിവരിൽ നിന്നും ടോൾ ഈടാക്കില്ല. ICL ഫിൻകോർപ്പ് ദുബായിൽ ഒരുക്കിയ ഓണാഘോഷം കേരളത്തിൽ നിന്നും UAE-യിൽ നിന്നുമുള്ള പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ആഘോഷ പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുത്തു. പൂക്കള മത്സരവും ഓണസദ്യയും കലാപരിപാടികളും ഉൾപ്പെടെ വിഭവ സമൃദ്ധമായിരുന്നു ആഘോഷം. താലപ്പൊലിയും ചെണ്ടമേളവും പുലികളിയും എല്ലാം ചേർന്നാണ് ദുബായിൽ ICL ഫിൻകോർപ്പ് ഒരുക്കിയ ഓണാഘോഷം തുടങ്ങിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അജ്മാൻ രാജകുടുംബാംഗം ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹംദാൻ ബിൻ റാഷിദ് ബിൻ ഹുമൈദ് അൽ നുയേമി മുഖ്യാതിഥിയായിരുന്നു. ജോൺ ബ്രിട്ടാസ് MP, ജയരാജ് വാര്യർ, ഷംസുദ്ദീൻ ബിൻ മുഹൈദ്ദീൻ, ICL ഗ്രൂപ്പ് CMD അഡ്വക്കേറ്റ് KG അനിൽകുമാർ, ഉമ അനിൽകുമാർ, അമൽജിത്ത് തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ശരിക്കും പറയുകയാണെങ്കിൽ ദുബായിലെ ഏറ്റവും ആദ്യത്തെ ഓണാഘോഷം ഞങ്ങളുടെയാണ്. ജാതിഭേദമില്ലാതെ സമ്പന്നരും ദരിദ്രരുമില്ലാത്ത ഒരു വലിയ ലോകത്തെ സൃഷ്ടിക്കുവാൻ ഉതകുമാർ നമ്മുടെ ഭാവി തലമുറ എത്തട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് ICL ഗ്രൂപ്പ് കമ്പനീസിന്റെയും ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. പൂക്കള മത്സരവും കലാപരിപാടികളും ഓണസദ്യയും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ ഒന്നിച്ചോണം ഒരുമിച്ചോണം എന്ന് പേരിട്ട ആഘോഷത്തിൽ പങ്കാളികളായി. അമൃത ന്യൂസ്, ദുബായ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് രണ്ടുപേർ കൂടി മരിച്ചതോടെ ആരോഗ്യവകുപ്പ് കൂടുതൽ ജാഗ്രതയിൽ. അന്താരാഷ്ട്ര നിലവാരമുള്ള ചികിത്സയാണ് നൽകുന്നതെങ്കിലും അനുബന്ധ രോഗങ്ങളുള്ളവരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഗുരുതരമായി ബാധിക്കുമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 52-കാരിയായ വേങ്ങര സ്വദേശി റംലയും ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞുമാണ് മരിച്ചത്. അവർക്ക് കാർഡിയാക് ഡിസീസ് നേരത്തെ ഉണ്ട്. ഹാർട്ടിന് സംബന്ധമായിട്ട് കൊറോണറി ആർട്ടറി ഡിസീസും വാതരോഗം റൊമാറ്റിക് ഫീവറും ഉള്ള രോഗിയാണ്. ബ്രെയിനിലെ സ്രവം മൂക്ക് വഴി താഴേക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ 3 മാസം പ്രായമുള്ള കൊച്ചാണെങ്കിൽ അവർ വരുന്ന ദിവസം തന്നെ സീരിയസ് ആയിട്ട് Day 1 തന്നെ വെന്റിലേറ്ററിലായിരുന്നു. ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധാപൂർവമായ ഇടപെടലിനെ തുടർന്ന് മരണനിരക്ക് 35% മുതൽ 33% വരെയായി കുറയ്ക്കാനായിട്ടുണ്ടെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ പറഞ്ഞു. അന്താരാഷ്ട്ര നിലവാരമുള്ള ചികിത്സ തന്നെയാണ് നൽകുന്നതെങ്കിലും അനുബന്ധ രോഗങ്ങൾ ഉള്ളവരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഗുരുതരമാവുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലവിൽ 10 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് ഡോക്ടർ ഷമീർ. 2 പേര് വളരെ ക്രിട്ടിക്കലാണ്. അതിൽ മെഡിസിൻ സൈഡിലുണ്ട്. അതായത് അഡൽട്ടിലുള്ളത് 2 പേര് വളരെ വെന്റിലേറ്ററിലാണ്. 2 പേരും ആ 2 പേർക്കും നേരത്തെ കുറച്ച് രോഗങ്ങളുള്ളതും അത് കാരണം തന്നെ നേരത്തെ സിക്കായിട്ടുള്ള 2 പേഷ്യൻസ് ആണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ അമീബയും കൂടെ വന്നു. അപ്പോൾ അവർ വളരെ ഒരു ഗുരുതര സ്ഥിതിയിലാണ്. ബാക്കിയുള്ളവരിപ്പം നിലവിൽ സ്റ്റേബിളാണ്. മാലിന്യം കലർന്ന തോടുകളിലും കുളങ്ങളിലും കുളിക്കുന്നവരിലാണ് പൊതുവെ രോഗം കാണപ്പെടുന്നത്. മൂക്കിൽ അമിതമായി മലിനജലം കയറുമ്പോഴാണ് രോഗം പിടിപെടാൻ സാധ്യതയേറെയെന്നും ഡോക്ടർമാർ പറയുന്നു. അമീബിക് ജ്വരം തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സ നൽകുന്നത് രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന ക്ലോറിനേഷൻ ക്യാമ്പയിനിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ച് ദേവസ്വം ബോർഡ്. 20-ാം തീയതി പമ്പയിൽ നടക്കുന്ന സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷണിക്കപ്പെട്ട പ്രതിനിധികൾക്കൊപ്പം 3000 അയ്യപ്പ ഭക്തരാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. സംഗമത്തിന്റെ രജിസ്ട്രേഷൻ ശബരിമല വെർച്വൽ ക്യൂ പോർട്ടൽ വഴി ആരംഭിച്ചു. വിവിധ സാമുദായിക സംഘടനകളുടെ പിന്തുണ സംഗമത്തിനുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു ആശയം ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇരുമിടിക്കെട്ട് പിന്നെ കൊണ്ടുവരാൻ കഴിയാതിരിക്കുക, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ ഒരു അവസരം വേണം എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ആശയം നമ്മുടെ മുന്നിൽ ആദ്യമായി വരുന്നത്.
അഫ്ഗാനിസ്ഥാനെ നടുക്കി ഭൂചലനം. തെക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ 800-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. 2000-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മണ്ണിനടിയിലും മറ്റും കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് താലിബാൻ അറിയിച്ചു. അതേസമയം അഫ്ഗാനിസ്ഥാന് സഹായവുമായി ഇന്ത്യ രംഗത്തെത്തി. ലോകരാജ്യങ്ങളും ഭൂകമ്പത്തിൽ അപലപിച്ചു. റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. നാർ പ്രവിശ്യയിലെ നുർഗാൽ, സാവ്കി, വഡ്പൂർ, മനോഗി, ചപ്താര ജില്ലകളെയാണ് ഭൂകമ്പം ബാധിച്ചത്. അവശിഷ്ടങ്ങൾക്കിടയിൽ 100 കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. മലയോര മേഖലയിലാണ് നാശം കൂടുതലായി ഉണ്ടായത്. രക്ഷാപ്രവർത്തകർക്ക് സഹായത്തിനെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാണെന്നും താലിബാൻ അറിയിച്ചു. 12,000-ഓളം പേരെ ഭൂകമ്പം ബാധിച്ചിട്ടുണ്ട്. മിക്ക ഗ്രാമങ്ങളും പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ്. 800 കിലോയധികം മരുന്നുകളും 30-ലധികം ഡോക്ടർമാരെയും പ്രാദേശിക ആശുപത്രികളിൽ എത്തിച്ചതായി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജലാലാബാദിൽ നിന്നും 27 കിലോമീറ്റർ അകലെ 8 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ടുകൾ. തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലും ഭൂകമ്പത്തിൽ പ്രകമ്പനമുണ്ടായി. ഭൂകമ്പത്തിൽ ലോകരാജ്യങ്ങളും നടുക്കം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുമെന്ന് മോദി എക്സിൽ കുറിച്ചു. ഇന്ത്യ 1000 ടെന്റുകൾ എത്തിച്ചിട്ടുണ്ട്. 15 ടൺ ഭക്ഷണ സാമഗ്രികൾ ഭൂകമ്പബാധിത പ്രദേശത്ത് എത്തിക്കും. നാളെ മുതൽ കൂടുതൽ ദുരിതാശ്വാസ സാമഗ്രികളും എത്തിക്കും. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതബാധിതരെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും ജപ്പാൻ അറിയിച്ചു. യൂറോപ്യൻ യൂണിയനും UN-ഉം അനുശോചനം അറിയിച്ചു. ദുരിതബാധിതർക്ക് സഹായം നൽകുന്നതിന് മുന്നിലുണ്ടെന്നും സഹായത്തിനായുള്ള പ്രവർത്തകർ അഫ്ഗാനിലുണ്ടെന്നും UN വ്യക്തമാക്കി. 2023 ഒക്ടോബറിൽ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ 2200 പേരാണ് മരിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ഹെൽത്ത് സയൻസ് ക്യാമ്പസിൽ ബിരുദ സമർപ്പണം നടന്നു. അമൃത കോളേജ് ഓഫ് നഴ്സിംഗ്, അമൃത സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് മോളിക്കുലാർ മെഡിസിൻ, അമൃത സ്കൂൾ ഓഫ് ഫാർമസി, സ്കൂൾ ഓഫ് ബിസിനസ് എന്നിവിടങ്ങളിലെ 416 വിദ്യാർത്ഥികളാണ് 2 ദിവസങ്ങളായി നടന്ന ചടങ്ങിൽ ബിരുദങ്ങൾ ഏറ്റുവാങ്ങിയത്. വിവിധ കോഴ്സുകളിലായി മികവ് തെളിയിച്ച 34 റാങ്ക് ജേതാക്കൾക്ക് മെഡലുകളും സമ്മാനിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോളേജ് ഓഫ് നഴ്സിംഗ് ബിരുദ സമർപ്പണ ചടങ്ങ് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രാർ ഡോക്ടർ സോന PS ഉദ്ഘാടനം ചെയ്തു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ചടങ്ങിൽ ചെന്നൈ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ SS ഭട്നഗർ ചെയർ പ്രൊഫസർ ഡോക്ടർ A അജയ് ഘോഷ്, C5 ടെക്നോളജീസ് ലിമിറ്റഡ് വൈസ് പ്രസിഡന്റും C5 ഇൻഫിനിറ്റി സ്പേസ് ലിമിറ്റഡ് CFOയുമായ ഗണേഷ് ശങ്കരരാമൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അമൃത വിശ്വവിദ്യാപീഠം രജിസ്ട്രാർ ഡോക്ടർ P അജിത് കുമാർ, ഡോക്ടർ ശാന്തികുമാർ V നായർ, ഡോക്ടർ U കൃഷ്ണകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. എത്രയൊക്കെ ആർട്ടിഫിഷ്യൽ പൂക്കളും പൂക്കളങ്ങളും വന്നാലും പൂവിപണി സജീവമാണ്. വിനായക ചതുർത്ഥിയും ഓണവും പ്രമാണിച്ച് വില അല്പം കൂടുതലാണ് എങ്കിലും ആവശ്യക്കാർക്ക് ഒട്ടും കുറവില്ല. തിരുവനന്തപുരത്തെ പൂ വിപണിയുടെ കാഴ്ചകളിലേക്ക്. എല്ലാ വർഷവും പല മാറ്റങ്ങളും ഉണ്ടാകാറുണ്ട്. മാറാത്തതായി ചിലതുമുണ്ട്. അവയിലൊന്നാണ് പൂക്കളും പൂക്കളങ്ങളും. വിവിധ നിറത്തിലുള്ള പൂക്കൾ പൂക്കളത്തിന് അത്യാവശ്യമാണ്. വിനായക ചതുർത്ഥി കഴിഞ്ഞ ഉടൻ ഓണക്കാലം കൂടി എത്തിയതോടെ വിപണിയിൽ പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ബാംഗ്ലൂർ, മധുര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് സംസ്ഥാനത്ത് പൂക്കൾ എത്തുന്നത്. പൂക്കൾക്കൊക്കെ വിപണിയിൽ അതുകൊണ്ട് തന്നെ അല്പം വിലയും കൂടുതലാണ്. എങ്കിലും ഓണമല്ലേ, പൂക്കളില്ലാതെ എന്തോണമല്ലേ. വില നന്നായിട്ടുണ്ടെന്ന് തോന്നി. ഞങ്ങൾ എന്തുവരെ 200 രൂപയുടെ പൂവേ മേടിച്ചുള്ളൂ. പൂക്കളുടെ വില കൂടിയിട്ടുണ്ട്, സാധനങ്ങളുടെ വില, എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. ഭയങ്കര റേറ്റായി. നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ റേറ്റാണ് ഇവർ ചോദിക്കുന്നത്. അന്യനാട്ടിൽ നിന്നും വരുന്നത് കൊണ്ട് തന്നെ പഴയ കാലങ്ങളെ അപേക്ഷിച്ച് വില വർദ്ധിച്ചതായി വ്യാപാരികളും പറയുന്നു. വില ഇച്ചിരി കൂടുതലാണ്. ഈ ബന്ധിക്ക് 110 രൂപയുടെ വില ബാംഗ്ലൂർ. എല്ലാം ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ്.
അവിടെ വിനായക ചതുർത്ഥി 4 ദിവസം ഉണ്ടായിരുന്നു. ഇന്നലെ വരെ വില കൂടുതലാണ്. ഇപ്പോൾ കച്ചവടം വളരെ കുറവാണ്. മഴയെല്ലാം വളരെ കുറവ്. പിന്നെ വരുന്നവർക്ക് സാധനം കൊടുക്കും. ഓണാഘോഷങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ്. എത്രയൊക്കെ ആർട്ടിഫിഷ്യൽ പൂക്കളും പൂക്കളങ്ങളും വന്നാലും ഈ നാടൻ പൂക്കളുടെ തട്ട് അത് താണു തന്നെ ഇരിക്കും. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.